നമസ്കാരം. ഏവർക്കും വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 5 ലക്ഷം രൂപയ്ക്ക് മേൽ വാർഷിക വരുമാനമുള്ള എല്ലാ ജീവനക്കാരും തങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ടാക്സ് എമൗണ്ട് എത്രയാണെന്ന് കണക്കാക്കി അതിനെ ഗഡുക്കളായി അടച്ചു തുടങ്ങേണ്ടുന്ന മാസമാണ് മാർച്ച്. അത് കൃത്യമായി അടയ്ക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും DDOയുടെ ചുമലിലാണ്. ഒരാൾക്ക് ടാക്സ് വളരെ കുറവാണെന്ന് കരുതി എല്ലാ ടാക്സും കൂടി ഫെബ്രുവരി മാസത്തിൽ അടയ്ക്കാം എന്ന് വിചാരിച്ചാൽ അത് ഇൻകം ടാക്സിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതിന് പിഴപ്പലിശ ഒടുക്കേണ്ടതായിട്ടും വരും. ആ പിഴപ്പലിശകളെക്കുറിച്ച് ചുരുക്കമായെന്ന് പറഞ്ഞതിന് ശേഷം TDS കണക്ക് കൂട്ടുന്നതിനുള്ള ഒരു ടൂളിനെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമ്മുടെ ഒരു വർഷത്തെ ഇൻകം ടാക്സ് 1,20,000 രൂപയാണെന്ന് കരുതുക. ഇതിനെ മാസം 10,000 രൂപ വെച്ച് 12 മാസം കൊണ്ട് അടച്ചു തീർക്കണമെന്നാണ് നിയമം. എന്നാൽ ഞാൻ ആദ്യത്തെ 6 മാസം 10,000 രൂപ വെച്ച് അടയ്ക്കുന്നില്ല, തുടർന്നുള്ള 6 മാസം 20,000 രൂപ വെച്ച് അടച്ച് ഈ 1,20,000 തീർത്താൽ പോരെ എന്നൊരു സംശയമുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വൈകുന്ന ഓരോ മാസത്തിനും 1% വീതം പിഴപ്പലിശ അടയ്ക്കേണ്ടി വരും. TDS പിടിച്ചടയ്ക്കാൻ ബാധ്യസ്ഥനായ DDO തൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കുമ്പോഴാണ് ചില പീനൽ ഇൻട്രസ്റ്റുകൾ കാണാൻ കഴിയുന്നത്. അതെന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരുടെ TDS യഥാസമയം അടയ്ക്കാൻ വൈകിയതിൻ്റെ പിഴപ്പലിശയായിട്ടാണ് ആ ഇൻട്രസ്റ്റുകൾ അതിനകത്ത് കാണുന്നതെന്ന്. ഇനി ഈ പിടിച്ച TDS 7-ാം തീയതിക്കകം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണമെന്നാണ്. 7-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വൈകുന്ന ഓരോ മാസത്തിനും 1.5% വീതം പിഴപ്പലിശ അടയ്ക്കേണ്ടി വരും. ഓരോ 3 മാസം കൂടുമ്പോഴും ഈ പിടിച്ച TDSൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ആ റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ചാൽ താമസിക്കുന്ന ഓരോ ദിവസത്തിനും 200 രൂപ വീതം ഈ DDO അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ജൂലൈ 31 മുൻപേ ഫയൽ ചെയ്യേണ്ടുന്ന റിട്ടേൺ അദ്ദേഹം താമസിച്ചു പോയി ഒരു ഓഗസ്റ്റ് 20 ആയെന്നുണ്ടെങ്കിൽ ആ 20 ദിവസത്തേക്ക് ജൂലൈ 31 കഴിഞ്ഞ് വരുന്ന 20 ദിവസത്തേക്ക് 20 × 200 അതായത് 4,000 രൂപ പിഴപ്പലിശയായി അടയ്ക്കേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഇത് DDOയുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്. ഒരു കാരണവശാലും ഇത് ഓഫീസിൽ നിന്നും അടയ്ക്കാമെന്ന് വിചാരിക്കരുത്. DDO സ്വന്തം കയ്യിൽ നിന്ന് എടുത്തടയ്ക്കേണ്ടതാണ്. ഇത്തരമൊരു നോട്ടീസ് വന്നിട്ട് ഇഗ്നോർ ചെയ്ത് വർഷങ്ങളായി അടയ്ക്കാത്ത DDOമാരും ഉണ്ട്. അവരൊരു കാര്യം ഓർക്കുക, എന്നായാലും റവന്യൂ റിക്കവറി പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ തുക നിങ്ങളിൽ നിന്നും ഈടാക്കിയിരിക്കും. അപ്പോൾ TDS പിടിക്കുക എന്നതും പിടിച്ച TDS കൃത്യമായി അടയ്ക്കുക എന്നതും അത് റിട്ടേൺ ഓരോ 3 മാസത്തിലൊരിക്കലും ഫയൽ ചെയ്യുക എന്നതും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഓരോ ജീവനക്കാരനും ഓരോ DDOയും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കൃത്യമായ TDS എത്ര രൂപ വരും എന്ന് കണക്ക് കൂട്ടാൻ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്. എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ തന്നെ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ ടൂളിനെ പറ്റി പരിചയപ്പെടാനാണ് ഈ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അതിനായി ഏതെങ്കിലും ഒരു ബ്രൗസറിൽ, ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോം, അവിടെ ഫയലിംഗ് ഇൻകം ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയലിംഗ് ഇൻകം ടാക്സ്. അപ്പോൾ ഇതുപോലൊരു പേജ് വന്നു. ഈ ഹോം പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ലോഗിൻ ചെയ്യുന്നതിന് നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ പാൻ നമ്പർ ആയിരിക്കും. ഇനി എല്ലാവരും ഒരുപക്ഷെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് വഴിയെ പറയാം. ആദ്യം നമുക്ക് ലോഗിൻ ID ഉള്ള ഒരാൾ ഇതിൽ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ ഇതുപോലൊരു പേജ് എത്തി. ഇവിടെ നമ്മളിവിടെ ഒരു ബോക്സ് ഉണ്ട്, പ്ലീസ് കൺഫേം യുവർ സെക്യൂർ ആക്സസ് മെസ്സേജ് ഡിസ്പ്ലേഡ് അബോവ്. നമ്മളിത് ഈ ബോക്സ് ടിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പോകുന്നു. എല്ലാവർക്കും ചിലപ്പോൾ പാസ്വേഡ് ഓർമ്മയുണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഫോർഗോട്ട് പാസ്വേഡിൽ കയറി പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഫോർഗോട്ട് പാസ്വേഡിൽ കയറി റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ പാസ്വേഡ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്.
പാസ്വേഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമുക്ക് നമ്മുടെ ടൂൾ കാണാൻ കഴിയും, ഇൻകം ആൻഡ് ടാക്സ് എസ്റ്റിമേറ്റർ. ഇൻകം ആൻഡ് ടാക്സ് എസ്റ്റിമേറ്റർ എന്നാണ് നമ്മുടെ ടൂളിൻ്റെ പേര്. ആ ടൂൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ: ബേസിക് ഇൻഫർമേഷൻ, ഇൻകം ഡീറ്റെയിൽസ്, ഡിഡക്ഷൻ ഡീറ്റെയിൽസ്, ടാക്സ് ഡീറ്റെയിൽസ്. ഇതിൽ ബേസിക് ഇൻഫർമേഷനും ഇൻകം ഡീറ്റെയിൽസും ഡിഡക്ഷൻ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ TDS എത്രയാണെന്നുള്ളത് കണക്ക് കൂട്ടി എടുക്കാൻ കഴിയും. ആദ്യം ബേസിക് ഇൻഫർമേഷനിലേക്ക് പോകുന്നു. ബേസിക് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് ആകെ കൊടുക്കേണ്ടത് നമ്മുടെ അസസ്മെന്റ് ഇയർ മാത്രമാണ്. ഫ്യൂച്ചറിലേക്കുള്ളതായതുകൊണ്ട് നമ്മൾ 2023 to 24 ആണ് അസസ്മെന്റ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇൻകം ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞു. ഇനി ഇൻകം ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. ഇൻകം ഡീറ്റെയിൽസിൽ കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സാലറി ഹെഡിൽ എന്താണോ നമ്മുടെ ഇൻകം, അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സാലറി ഹെഡിലുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ബേസിക് പേ ഉണ്ട്, DA ഉണ്ട്, അതുപോലെ തന്നെ അലവൻസുകൾ, അതിൽ HRA ഉൾപ്പെടെയുള്ള അലവൻസുകളുണ്ട്, ബോണസ് ഉണ്ടെങ്കിൽ അത്, അരിയേഴ്സ്, ഇതെല്ലാം കൂടി എഴുതി കൂട്ടിയ ഒരു തുക ആണ് നമ്മളുടെ ഗ്രോസ് സാലറിയായി കണക്കാക്കുന്നത്. അത് ഞാനൊരു 10 ലക്ഷം രൂപയാണ് ഞാൻ ഉദാഹരണത്തിന് ഇവിടെ എടുക്കുന്നത്. 10 ലക്ഷം രൂപ എൻ്റെ ഗ്രോസ് സാലറിയാണെന്ന് വയ്ക്കുക. അതെന്തൊക്കെ ചേർന്നതാണ്? എൻ്റെ ബേസിക് പേ ഉണ്ട്, DA ഉണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള PCA ഉണ്ട്, HRA ഉണ്ട്, ബോണസ് ഉണ്ട്, അരിയേഴ്സ് ഉണ്ട്. ഈ അരിയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അരിയേഴ്സ് നമുക്ക് ചിലപ്പോൾ ആദ്യമേ അറിയണമെന്നില്ല, അത് നമുക്ക് വഴിയെ കിട്ടുന്നതായിരിക്കും. എന്തായാലും അരിയേഴ്സ് നമ്മൾ കൂട്ടിയിട്ടില്ല എന്ന് വയ്ക്കുക. ബാക്കിയുള്ള നമ്മുടെ HRA, ബേസിക് പേ, DA ഇതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന തുകകളാണ്. അത് നമ്മളെല്ലാം കൂടെ കൂട്ടി 10 ലക്ഷം രൂപ അവിടെ എഴുതി. അടുത്ത നമുക്ക് എക്സംഷൻ ക്ലെയിംഡ് അണ്ടർ സെക്ഷൻ 10. അത് നമ്മുടെ HRA, LTA തുടങ്ങിയുള്ളവ ചേർന്നതാണ്. അത് നമുക്ക് എക്സംഷനുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് നമുക്ക് എഴുതാം. എനിക്കൊരു 4000 രൂപ വെച്ച് ഒരു മാസം HRA കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 12 മാസത്തേക്ക് 12 × 4000, അതായത് 48,000 രൂപ എൻ്റെ HRA. അത് ഞാനിവിടെ എൻ്റർ ചെയ്തു. ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16(1)(a. എന്താണ് 16(1)(a) ഡിഡക്ഷൻ എന്ന് പറയുന്നത്? 16(1)(a എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. നമുക്കെല്ലാവർക്കും ഒരു 50,000 രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സൗജന്യം പോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ആ 50,000 രൂപയാണ് അവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. 50,000 രൂപ. അതിനുശേഷം ഇവിടെ നോക്കുക, ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16(3). ഈ ലാസ്റ്റ് കോളം നമ്മുടെ പ്രൊഫഷൻ ടാക്സ് ആണ്. പ്രൊഫഷൻ ടാക്സ് ഒരു ഹാഫ് ഇയർലി നമ്മൾ 1,250 രൂപ അല്ലെങ്കിൽ 1,000 രൂപ അടയ്ക്കുന്നു. 2 ഹാഫ് ഇയർലി ആവുമ്പോൾ അത് 2,500 2,000 ആയിരിക്കും. അവിടെ ഞാൻ 2,500 രൂപ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ ടാക്സും അവിടെ എൻ്റർ ചെയ്തു. ഇനി എനിക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ഇൻകം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HBA ആയി എടുത്തിട്ടുള്ള തുകയുടെ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് 2 ലക്ഷം രൂപ വരെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ കഴിയും. നമ്മളിവിടെ 1 ലക്ഷം രൂപ കുറയ്ക്കുന്നു വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷം രൂപയായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അതേ തുക തന്നെ ഞാനിവിടെ കുറയ്ക്കുകയാണ്. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, എങ്കിലും ഞാൻ ആ 1 ലക്ഷം രൂപ തന്നെ ഇവിടെ കുറയ്ക്കുന്നു. 1 ലക്ഷം രൂപ ഇവിടെ നോക്കുക, അത് മൈനസ് ഫിഗറായി വന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. എന്തുകൊണ്ടാണ്? ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് കുറയ്ക്കാവുന്ന ഒരു ഐറ്റമാണ് ആ HBയുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രയുമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെറ്റ് സാലറി എന്ന് പറയുന്നത് 7,99,500. എത്രയായിരുന്നു ആദ്യം? 10 ലക്ഷമായിരുന്നു. അത് കുറഞ്ഞ് ഇത്രയുമായിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻ അവിടെ തീർന്നു. ഇനി ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇൻകം എല്ലാം കഴിഞ്ഞു. ഡിഡക്ഷൻ ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊവൈഡ് ഡിഡക്ഷൻ ഇൻ ഡീറ്റെയിൽ എന്നാണ്. അത് ഓരോരോ ഐറ്റമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ അണ്ടർ 80C എന്ന് പറയുന്നത് നേരത്തെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ PF, LIC, NSC, PPF അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്തത്, SLI, GIS, അതുപോലെ GPA, IS തുടങ്ങിയിട്ടുള്ള എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മാക്സിമം
1,50,000 നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതാണ് നമ്മളിവിടെ 80C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ 1,00,000 രൂപ കുറയ്ക്കുകയാണ്. എനിക്ക് 1,00,000 രൂപയേ ഉള്ളൂ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ. ചിലപ്പോൾ നമുക്ക് PF-ലൊക്കെ കൂടുതൽ പൈസ ഇടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1,50,000 രൂപ തന്നെ വരും. ഞാനിവിടെ 1,00,000 രൂപ കാൽക്കുലേഷൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. 1,00,000 രൂപ 80C ഇട്ടു. ഇനി 80CCC പേയ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് പെൻഷൻ ഫണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതുപോലെ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് NPS, നമ്മുടെ NPS-ലേക്ക് നമ്മൾ അടച്ചിട്ടുള്ള തുക, അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D നമ്മുടെ മെഡിക്ലെയിം പ്രീമിയം, ഞാനിപ്പോൾ മെഡിസപ്പിനെ പറ്റി മാത്രം പറയാം. മാസം 500 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അത് 12 മാസത്തേക്ക് 6,000 രൂപ നമ്മളവിടെ മെഡിക്ലെയിം നമ്മൾ ആഡ് ചെയ്യുന്നു. 80G നമ്മൾ ഏതെങ്കിലും ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ആന്റിസിപ്പേറ്ററി ആയിട്ട് അറിയാൻ പറ്റത്തില്ല. ആ സമയത്ത് ഏതെങ്കിലും വരികയാണെങ്കിൽ അത് നമ്മൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അവസാനത്തെ മാസം നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടാക്സ് കണക്ക് കൂട്ടുക. അതുപോലെ ഓരോന്നും ലോൺ ഫോർ ഹയർ എഡ്യൂക്കേഷന്റെ ഇൻട്രസ്റ്റ് എത്ര വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എൻട്രി ചെയ്യാം. അത്ര എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എസ്റ്റിമേറ്റ് ടാക്സ് ഓർ റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന എമൗണ്ടിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് ടാക്സ് ക്ലിക്ക് ചെയ്യുക. എസ്റ്റിമേറ്റ് ടാക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓൾഡ് റെജീമിന്റെയും ന്യൂ റെജീമിന്റെയും നമ്മുടെ നെറ്റ് ടാക്സ് എത്രയാണെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും താഴേക്ക് പോകാം. അവിടെ ഓൾഡ് റെജീമിൽ നമുക്ക് 55,930 രൂപയാണ് നമുക്ക് ഈ 23-24 നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന ടോട്ടൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 55,930 രൂപ. അതിന്റെ ന്യൂ റെജീമിലാണെങ്കിൽ 81,940. നമുക്കിവിടെ ഓൾഡ് റെജീമാണ് വേണ്ടുന്നത്. ഇതാണ് നമ്മുടെ എമൗണ്ട് 55,930. അപ്പോൾ ഈ 55,930 നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുക. 56,000. ഈ 56,000 രൂപയെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഏകദേശം 4,600 രൂപയാണ്. ഈ 4,600 രൂപ വീതം എന്റെ സാലറിയിൽ നിന്നും പ്രതിമാസം TDS ആയി പിടിക്കാൻ നമ്മുടെ എംപ്ലോയറോട് ആവശ്യപ്പെടുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ TDS കണക്കുകൂട്ടിയെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മുടെ ഇൻകം ടാക്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണെന്നറിയാം. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനും ഒക്കെ എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമ്മൾ പലരെയും ആശ്രയിക്കാറാണ് പതിവ്. എന്നാൽ ഇനി മുതൽ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരു ക്ലാസ് ഉടൻ തന്നെ വർക്കിംഗ് ക്ലാസ്സിൽ വരുന്നതാണ്. അതിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്യാം, നമ്മുടെ പാസ്വേഡ് നമ്മൾ മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നെല്ലാം പഠിക്കാം. ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.